ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട വിഷയം തന്നെയാണ്. അതായത് നാം എല്ലാം ഡിജിറ്റൽ യുഗത്തിലാണ് ഇന്ന് ജീവിക്കുന്നത്. അതുകൊണ്ട് ബാങ്കിങ് ഇടപാടുകളും വളരെ സുതാര്യമാക്കിക്കൊണ്ട് അവർ ATM, പേടിഎം, ഗൂഗിൾ പേ അങ്ങനെ പല രീതിയിൽ ഇപ്പോൾ ട്രാൻസാക്ഷൻ നടത്താൻ പറ്റുന്നുണ്ട്. നമുക്ക് പേടിഎം വഴി മൊബൈലിലൂടെ ട്രാൻസാക്ഷൻ നടത്താവുന്നതാണ്. അതുപോലെ തന്നെ ATM കാർഡ് ഉപയോഗിച്ച് നമ്മൾ നിക്ഷേപിക്കുന്ന പണം ATM മെഷീനിൽ നിന്നും പൈസ വിഡ്രോ ചെയ്യാവുന്നതാണ്. അങ്ങനെ പല സൗകര്യങ്ങളും നമുക്കിന്ന് ലഭ്യമായിട്ടുണ്ട്. പക്ഷേ ഈ സൗകര്യങ്ങൾ പലപ്പോഴും ചില സമയത്ത് നമ്മളെ ബുദ്ധിമുട്ടിക്കാറുണ്ട്. ആ ബുദ്ധിമുട്ടിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന കാര്യം. അപ്പോൾ എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. കൂടെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ അപ്പോൾ ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്, നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ അതും കൂടി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ സന്ദർഭത്തിൽ. ഓക്കെ, നമ്മൾ പലരും ബാങ്കിൽ പണം നിക്ഷേപിക്കുകയും ഇന്നത്തെ കാലഘട്ടത്തിൽ ബാങ്കിൻ്റെ പണം എളുപ്പം ട്രാൻസാക്ഷൻ നടത്താവുന്ന രീതിയിലുള്ള ഡെബിറ്റ് കാർഡ്, പേടിഎം, ഗൂഗിൾ പേ അങ്ങനെ ഒരുപാട് ഡിജിറ്റലൈസ്ഡ് മണി പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ സൗകര്യം എല്ലാം നമ്മുടെ ജനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതുപോലുള്ള ഡിജിറ്റലൈസേഷൻ കൂടുന്നതിനനുസരിച്ച് കൂടുതൽ തട്ടിപ്പുകളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്നത് ഒരു തട്ടിപ്പല്ല പറയാൻ പോകുന്നത്. ഒരു ബാങ്കിൽ നമ്മൾ ഡെബിറ്റ് കാർഡ് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ പണം വിഡ്രോ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പണം നമുക്ക് ലഭിച്ചില്ല എങ്കിൽ ചിലപ്പോൾ നെറ്റ്വർക്ക് തകരാറോ അല്ലെങ്കിൽ നമ്മളിട്ട ഡെബിറ്റ് കാർഡ് മോശമായതുകൊണ്ടോ അതല്ല നമ്മളുടെ സാങ്കേതികമായിട്ടുള്ള എന്തെങ്കിലും മെഷീൻ തകരാറ് കൊണ്ടോ ചിലപ്പോൾ പണം നമുക്ക് ലഭിച്ചില്ല എന്നായിരിക്കും ATM മെഷീനിൽ നിന്ന്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചില സമയത്ത് പണം നമുക്ക് ലഭിക്കാതിരിക്കുകയും എന്നാൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റായി പോവുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മളെന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു ATMൽ ചെന്ന് കാർഡ് ഇൻസേർട്ട് ചെയ്ത് പണം നമുക്ക് ലഭിച്ചില്ല. പക്ഷേ ആ പണം നമ്മൾ 1000-10,000 വിഡ്രോ ചെയ്യാൻ ശ്രമിച്ചിട്ട് പൈസ നമുക്ക് കിട്ടിയില്ല. പക്ഷേ നമ്മൾ ശ്രമിച്ച തുകയ്ക്ക് ആനുപാതികമായിട്ട് ബാങ്കിൽ നിന്ന് ഡെബിറ്റായി പോവുകയും ചെയ്തുകൊണ്ടായി. അത് നമ്മൾ മെസ്സേജ് മുഖേന അങ്ങനെ എന്തെങ്കിലും മുഖേന നമ്മൾ അറിഞ്ഞ ഉടനെ തന്നെ നമ്മൾ അതാത് ബാങ്കിനെ അറിയിച്ചിരിക്കണം. ഏത് ബാങ്കാണോ നമ്മളുള്ളത്, ചിലപ്പോൾ നമ്മൾ വേറെ ബാങ്കിൻ്റെ ATM മെഷീനിൽ നിന്നായിരിക്കും പണം വിഡ്രോ ചെയ്യാൻ ശ്രമിച്ചത്. എന്നാലും നമ്മൾ നമ്മളുടെ ബാങ്കുമായിട്ട് ഉടനെ കോണ്ടാക്റ്റ് ചെയ്യണം. കോണ്ടാക്റ്റ് ചെയ്തിട്ട് സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് അവർക്ക് പ്രൂഫ് കാണിച്ചു കൊടുക്കണം. ഞാൻ ഇത്രാം തീയതി ഇത്ര മണിക്ക് ഇന്ന സ്ഥലത്തുള്ള ATMൽ നിന്ന് പണം വിഡ്രോ ചെയ്യാൻ ശ്രമിക്കുകയുണ്ട്, പക്ഷേ പണം ലഭ്യമായില്ല എന്ന് മാത്രമല്ല എൻ്റെ അക്കൗണ്ടിൽ നിന്നും അത് ഡെബിറ്റായിട്ട് രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഉൾപ്പെടെ എടുത്ത് കാണിച്ചു കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു അപേക്ഷ കൊടുത്ത് 7 ദിവസത്തിനുള്ളിൽ നമ്മുടെ പണം ബാങ്കുകാർ തിരിച്ച് നമ്മളുടെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ചിരിക്കണമെന്നാണ് റിസർവ് ബാങ്ക് കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ. ആ ഇൻസ്ട്രക്ഷൻ പ്രകാരം ബാങ്കിന് സാധിച്ചില്ല എങ്കിൽ 7 ദിവസം കഴിയുമ്പോൾ മുതൽ ഓരോ ദിവസവും 100 രൂപ വെച്ച് നമുക്ക് പെനാൾട്ടി ഇങ്ങോട്ട് തരണം. അത് നമ്മുടെ അക്കൗണ്ടിൽ നിക്ഷേപിച്ചുകൊണ്ടിരിക്കണം. അതാണ് റിസർവ് ബാങ്കിൻ്റെ നിയമം. റിസർവ് ബാങ്ക് എല്ലാ ബാങ്കുകൾക്കും ATMൽ പണം ലഭിക്കാതെ വന്നാൽ
എന്നാൽ ഡെബിറ്റായി പോവുകയും ചെയ്താലുള്ള ബാങ്കുകൾക്ക് കൊടുക്കുന്ന ശിക്ഷ പെനാൾട്ടി നമുക്ക് ഓരോ ദിവസവും 100 രൂപ വെച്ച് ബാങ്ക് തരണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ പൈസ വിഡ്രോ ചെയ്യാൻ ശ്രമിക്കുകയും പണം ലഭിക്കാതിരിക്കുകയും ചെയ്യുന്നുള്ള വിവരം 30 ദിവസത്തിനുള്ളിൽ നമ്മൾ അപേക്ഷ കൊടുത്തിരിക്കണം. 30 ദിവസത്തിനുള്ളിൽ നമ്മൾ ബാങ്കിൽ നമ്മളുടെ ഈ പൈസ ലഭിക്കാത്ത വിവരം കാണിച്ചുകൊണ്ട് ഒരു അപേക്ഷ എഴുതി വെള്ള പേപ്പറിൽ എഴുതി അതാത് ബാങ്ക് മാനേജറിൻ്റെ അതാത് ബാങ്കിൽ സമർപ്പിച്ചിരിക്കണം. അപ്പോൾ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ സേഫായി. കാര്യം നമ്മളെ പണം നമുക്ക് തിരിച്ച് ബാങ്ക് തരും. തന്നില്ല എങ്കിൽ 100 രൂപ വെച്ച് ബാങ്ക് തരാൻ നിർബന്ധിതരാണ്, ബാധ്യസ്ഥനാണ്. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. പലർക്കും ഈ വിവരം അറിയില്ല. എന്നിട്ടും നമ്മൾ 30 ദിവസത്തിനുള്ള അപേക്ഷ കൊടുത്ത് 7 ദിവസത്തിനുള്ളിൽ നമ്മുടെ പണം ബാങ്ക് തിരികെ നമ്മളുടെ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തില്ല എങ്കിൽ 100 രൂപ വെച്ച് പെനാൽറ്റി തരികയും മാത്രമല്ല ഇത് പെനാൽറ്റി തരാതിരിക്കുകയും നമ്മളുടെ ബാങ്കിലേക്ക് തിരിച്ച് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇടാതിരിക്കുകയും ബാങ്ക് ചെയ്താൽ നമുക്ക് അടുത്ത പോകും വഴി വേറെ ഒന്നേ ഉള്ളൂ. ബാങ്കിങ് ഓംബുഡ്സ്മാനെ അപേക്ഷ കൊടുക്കുക, പരാതി കൊടുക്കുക. എങ്കിൽ മാത്രമേ നമുക്കതിനൊരു പരിഹാരം ലഭ്യമാവുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു കാര്യം പലർക്കും അറിയാൻ പാടില്ലാത്ത വിഷയമായതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കിത് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചത്. കാര്യം പലരും പൈസ പോയതുപോലും അറിയാറില്ല. അതുകൊണ്ട് നിങ്ങൾ ATMൽ എപ്പോൾ പോയി പണം വിഡ്രോ ചെയ്യാൻ ശ്രമിച്ചിട്ട് പണം ലഭ്യമായില്ലെങ്കിൽ ഉടനെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കണം. സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് നോക്കണം വല്ല പൈസ ഡെബിറ്റായി പോയിട്ടുണ്ടോ എന്നുള്ളത്. പലരും അത് നോക്കാറില്ല. പൈസ കിട്ടിയില്ലെങ്കിൽ തിരിച്ചിങ്ങോട്ട് പോരും. പക്ഷേ ചിലപ്പോൾ പൈസ നമ്മൾ അവിടെ നിന്ന് ഡെബിറ്റായിട്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ ഇത് പലർക്കും അറിയില്ലാത്തത് വിഷയമായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പലർക്കും സംഭവിച്ചിട്ടുണ്ട്. എൻ്റെ അറിവിൽ തന്നെ ഒരുപാട് പേർക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പൈസ ലഭ്യമാകാതിരിക്കുകയും അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റായി പോകും. അപ്പോൾ ഇത് പോയാൽ പലരും അപേക്ഷ 30 ദിവസത്തിനുള്ളിൽ കൊടുത്തില്ല എന്നിരിക്കും. പക്ഷേ അപേക്ഷ 30 ദിവസത്തിനുള്ളിൽ കൊടുത്തിരിക്കണം. ഈ കൊടുത്ത അപേക്ഷ തീയതി മുതൽ 7-ാം ദിവസം മുതൽ 7 ദിവസത്തിനുള്ളിൽ ബാങ്ക് അതിന് പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ 100 രൂപ വെച്ച് പിഴ നമുക്ക് തന്നിരിക്കണം. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. കൂടെ ബെൽ ബട്ടൺ അമർത്തിയാൽ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് റെഗുലറായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. ഇതുപോലുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകളായിരിക്കും ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു. സുഹൃത്തുക്കളെ, എൻ്റെ ഉടനെ പുറത്തിറങ്ങുന്ന വീഡിയോ ആണ് ബാങ്കിങ് ഓംബുഡ്സ്മാനെ പറ്റി. ബാങ്കിങ് ഓംബുഡ്സ്മാനിൽ നമുക്ക് എങ്ങനെ ഒരു പരാതി നൽകാമെന്നുള്ളതും മറ്റുമാണ് ആ വീഡിയോയിൽ. അത് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ കൂടി അമർത്തുകയാണെങ്കിൽ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. താങ്ക് യു.